ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ലൊരു ചിക്കൻ തന്തൂരി ബോക്സാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അതിനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കളറൊന്ന് ചെറുതായി മാറുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു സവാള ചെറുതായിട്ട് അതിനതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 500 ഗ്രാമോളം ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാൻ കേട്ടോ. ഇനി അതും ഈ ഒരു ഉള്ളി വഴറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പം നന്നായിട്ടൊന്നൊരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു മിനിറ്റ് കൂടി വഴറ്റിയിട്ട് ഞാൻ അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു 5 മിനിറ്റോളൊക്കെ വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അങ്ങനെ അടച്ച് വെക്കാണ്ട് ഇളക്കിയിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് 2 കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. റെഡും ഗ്രീനും കളറായിട്ടുള്ള ഇതിൻ്റെ പകുതി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാപ്സിക്കായാലും കുഴപ്പമില്ല, ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം മാത്രം എടുത്താൽ മതി. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തന്തൂരി മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു തന്തൂരിയുടെ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗരം മസാലയും വലിയ ജീരകവും അതിൻ്റെ 2ൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഞാൻ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കനിലേക്ക് ആ ഒരു സ്മോക്കിംഗ് ഒക്കെ കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ ചിക്കനിക്ക് ആ ഒരു സ്മോക്കിങ്ങിൻ്റെ സ്മെല്ലും രുചിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഒരു മസാലയ്ക്ക്. ഇനി ഇതിലേക്ക് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചീസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കട്ടെ, മുതലല്ല ചീസ് വേണമെങ്കിൽ അത് എടുക്കുക. അപ്പോൾ ഏത് ചീസ് ഇപ്പോൾ അതിൻ്റെ കയ്യിലുള്ള ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 3 ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചീസൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കേണ്ടത്. ഉണ്ടാക്കിയ സമയത്ത് ചൂടോട് കൂടി തന്നെ കഴിക്കണം. അപ്പോൾ മുതലല്ല ചീസൊക്കെ വെച്ചെങ്കിൽ ആ ചൂടോട് കൂടി കഴിക്കുമ്പോൾ അതിങ്ങനെ വലിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് ഞാൻ മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സമൂസ ഷീറ്റാണ് വേണ്ടത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് വേറൊരു ഷീറ്റും കൂടി ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ ചിക്കൻ്റെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 2 ടീസ്പൂണ് മൈദപ്പൊടി ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ബ്രഷ് ആയിട്ട് ഇതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് പെട്ടി പോലെ ഒന്ന് ആക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിംഗ് ഒന്ന് പുറത്ത് പോകാൻ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിൽ നിന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്തു നിന്ന് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട്. അങ്ങനെ 4 ഭാഗത്തു നിന്നുമായിട്ട് ആ ഷീറ്റൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് 2-3 ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതിനുള്ളിലത്തെ ആ ഒരു എന്താണ് മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ കുക്കാക്കിയത് കൊണ്ട് തന്നെ നമുക്കൊരു ഉൾഭാഗം ഒന്നും വേവിച്ചെടുക്കാനില്ല. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്തെ ഷീറ്റ് നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നമ്മളത് ചൂടോട് കൂടി കഴിക്കുന്ന സമയത്ത് ചീസും മയോണീസും എല്ലാം നല്ല മെൽറ്റായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെല്ലാവരും ബൈ.